പരിശുദ്ധ കൽപ്പനകളിൽ ഒന്ന് ഇങ്ങനെയാണ്: നബിയെ, ലോകത്തിലുള്ള സകല മനുഷ്യരെയും പടച്ചവന്റെ പക്ഷത്തു ചേർക്കാൻ കരുത്തുള്ളവനാണ് പടച്ചവൻ. എന്നിട്ട് അല്ലാത്തവരിൽ ചിലരുണ്ടെന്നതിന്റെ പേരിൽ നീ എന്തിന് പ്രകോപിതനാകുന്നു? നിന്നോട് പറഞ്ഞത് പ്രകോപനമുണ്ടാക്കാനല്ല, പ്രബോധനം നടത്താനാണ്. മതകാര്യങ്ങളിൽ നിർബന്ധമേതുമില്ല. എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റേതും. ആശ്വാസത്തിന്റെ വചനങ്ങളും സമാശ്വാസത്തിന്റെ പാതയിലുമല്ലാതെ അക്രമത്തിന്റെ പേടിപ്പെടുത്തലിലും ആയുധത്തിന്റെ ശിൽക്കാരത്തിലും എനിക്ക് മതം വിപുലപ്പെടുത്തേണ്ടതില്ല എന്ന് നീ പറയുക തന്നെ വേണം എന്ന് വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നു. ഇസ്ലാം അനുസരിക്കേണ്ടത് ബാധ്യതയല്ലേ? അതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ഇസ്ലാമിക തീവ്രവാദികൾ പറയുന്നത് പോലെ ഇസ്ലാം വള്ളം കൂടിയത്, വലിപ്പം വെച്ചത്, വിശാലപ്പെട്ടത് ആയുധത്തിന്റെ ബലത്തിലല്ല. എല്ലാ കിതാലുകളും ജിഹാദുകളാവണമെന്നില്ല. എല്ലാ ജിഹാദുകളും എന്നാൽ കിതാലുകളുടെ ധർമ്മപാതയിൽ തന്നെ പദമിടറാതെ നടത്തേണ്ടതാണ്. നബിവചനാണ്. കിതാൽ എന്നാൽ ധർമ്മയുദ്ധം, പ്രബോധനം. ജിഹാദ് എന്നാൽ അനിവാര്യമായ സന്ദർഭത്തിൽ അള്ളാന്റെ നിലപാടുകളെ സംരക്ഷിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ആയുധമെടുത്തു നടത്തേണ്ടുന്ന ധർമ്മപാതയിലുള്ള യുദ്ധം. മറക്കണ്ട, എല്ലാ ജിഹാദുകളും കിതാലുകളാവണം, എല്ലാ കിതാലുകളും ജിഹാദുകളാവണമെന്ന് അള്ളാവിങ്കൽ നിർബന്ധമില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ NDF-ഉം ഇസ്ലാമിക ഭീകരവാദികളും നമ്മുടെ നാട്ടിൽ വെട്ടുക, കുത്തുക, മാന്തുക, കുടാലെടുക്കുക, പരിപ്പെടുക്കുക എന്നാണ് ഏർപ്പാട് നടത്തുന്നത്. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഞാൻ ചുരുക്കുകയാണ്. ഇസ്ലാമികമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റുകാരെ കാഫറാക്കി ഫത്വ ഇറക്കി ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുന്നവരെമ്പാടുമുണ്ട്. മുസ്ലിം ലീഗിന്റെ കൊട്ടാര പണ്ഡിത സഭകളായി പ്രവർത്തിക്കുന്നവരെമ്പാടുമുണ്ട്. DYFIന്റെ പ്രകടനത്തിൽ പങ്കെടുത്തൊരു 15 വയസ്സുള്ള SSLC പരീക്ഷ പാസ്സായ കുട്ടീനെ കണ്ടാൽ അണിമേലുണ്ടോന്ന് അറിയില്ല, എന്റെ അങ്ങാടിയിലൊക്കെ ഉണ്ട്. ഈ മുസ്ലിം ലീഗിന് വേണ്ടി വയലെന്ന് പറയാൻ പോണ ചില മൊയ്ലിയാന്മാരുണ്ട്. ഒരങ്ങാടിയിലുണ്ടാവും ഇങ്ങനെ. ഈ പാവം കുഞ്ഞനെ പ്രകടനത്തിൽ ഒന്നിങ്ങനെ നോക്കി ചിരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പ്രകടനം കഴിഞ്ഞ് കുഞ്ഞൻ പുരലെത്തുന്നതിന് മുമ്പേ മൊയ്ലിയാർ പുരയിലെത്തും തന്നെ. എന്നിട്ട് വളഞ്ഞ കാലുള്ള കൊട തിരുത്തിനോട് അങ്ങോട്ട് പുറത്തും തണ്ണിക്കണ്ടിന്ന് വെള്ളമെടുത്ത് കാലാണ്ട് ചവിട്ടി കഴുകും, പൊതെടുക്കണമായി. എന്നിട്ട് ആത്താണ്ട് കയറി കുത്തുന്ന ചോദിക്കും കുഞ്ഞന്റെ ബാപ്പേനോട്, മെയ്തീനെ അനക്ക് മരിക്കണ്ടേ? മൊയ്തീനെ മരിക്കണ്ടേ എന്നാ ചോദിച്ചു. മൊയ്തീൻ അപ്പൊ തന്നെ കാറ്റാട്ട് പോകും. മരിക്കണ്ടേന്ന് ഉസ്താദാ ചോദിക്കുന്നതേ, മൊയ്ലിയാരാ ചോദിക്കുന്നത്. ഇതിനപ്പുറത്ത് എന്തുണ്ടാവേ? ഇരിക്കി മൊയ്ലിയാരെ തടുക്കുക, നമ്മൾ കുത്തിരിക്കാൻ വന്നതല്ല. ചോദിച്ചു കണക്ക് പിടിച്ചു കിട്ടിയില്ലേ? മൊയ്തീനെ അനക്ക് മരിക്കണ്ടേ? എത്തേ മൊയ്ലിയാരെ, എത്തുണ്ടാവാൻ? മരിച്ച മേശറെ പോണ്ടേ, പരലോകത്തെത്തണ്ടേ? 20,000 തെച്ചിന്റെ മുകളിൽ കൂടെ മനുഷ്യന്റെ തലമുടി AI ചീന്തിയിട്ട് അള്ളാഹു താല പാലം കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കൂടെ നടത്തിക്കലുണ്ട് എന്ന് ഉസ്താദ് എന്നോട് ദർസ് പഠിപ്പിച്ചിട്ടില്ലേ? മറന്നുക്കണോ? അപ്പോൾ ഈ ബേജാറായി. മനസ്സിലായില്ലേ? സ്വർഗനരക വിശ്വാസത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ പരികൽപ്പനകളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. എന്തേ പൈനുണ്ടായത്? ഇനി എന്തുണ്ടാവാനാണ്? അന്റെ കുണ്ടനത കമ്മ്യൂണിസ്റ്റുകാരെ ഭരണത്തിൽ പങ്കെടുക്കണോ? പ്രശ്നേ ഇല്ല. മൊയ്ലിയാരെ ഞാൻ അവർക്ക് വരട്ടെ, പുളിന്റെ വടി വെട്ടിച്ചിട്ട് ചന്തിമ്മൽ അടിക്കാൻ പറഞ്ഞയക്കൂല, ഒക്കെ ഉസാറായി. കട്ടൻ ചായ അവസാനത്തെ തരക്കം കുടിച്ചിട്ട് നടക്ക് നന്നെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോ ചെരുപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് മൊയ്ലിയാർ പറയും, നാളെ MSFന്റെ ഒരു പ്രകടനം ഉണ്ട് എന്നാ തോന്നണത്, ഒന്ന് പറഞ്ഞയച്ചാള്. എണ്ണത്തപ്പിന്റെ പ്രകടനേ, MSFന്റെ പ്രകടനം ഒന്ന് പറഞ്ഞയച്ചാള് എന്തീന്ന്. ഓ എന്റെ മക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടനത്തെ അനുഭാവപൂർവ്വം ഒന്ന് നോക്കി നിന്നാൽ പോലും പരലോകത്ത് സുഖമുണ്ടാവില്ലെന്നും നരകത്തീയിലേക്ക് എടുത്തെറിയപ്പെടുമെന്നും ഫത്വ പുറപ്പെടുവിക്കുന്ന, മതവിധികൾ കൽപ്പിക്കുന്ന ഇസ്ലാമിക കൊട്ടാര പണ്ഡിത സഭക്കാരോട് ഞങ്ങൾ ചോദിക്കുന്നു, മുസ്ലിം ലീഗിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? NDF ഒന്ന് പറയോ? ഞാൻ വിശദീകരിക്കുന്ന മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മുസ്ലിം ലീഗിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാൾ മുസ്ലിമാണോ അല്ലയോ, ഒരാൾ ഹിന്ദുവാണോ അല്ലയോ എന്നൊന്നും പറയാൻ പഠിപ്പുള്ളവരല്ല. കാരണം മതകാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല. മതകാര്യങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തെല്ലാം തർക്കം മതത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നെഞ്ചത്താണോ കൈ കെട്ടേണ്ടത്, അടിവയറ്റത്ത് അമർത്തി കുടിക്കുകയാണോ വേണ്ടത്? തർക്കം നടക്കുക എന്റെ നാട്ടിൽ. ലോക്കൽ സെക്രട്ടറി പറയുക പണമ കുടിച്ചോളി, ഇതുവരെ പറഞ്ഞിട്ടില്ല. നിസ്കാരം 2 റക്അത്താണോ അല്ലെങ്കിൽ കൂട്ടിയിട്ടാണോ? ഒരു 3.5 അക്കിക്കാളി എന്ന് ലോക്കൽ സെക്രട്ടറി പറഞ്ഞോ? മരിച്ചാൽ മയ്യത്ത് കബറടക്കുന്നത് കല്ല് കിബിലക്ക് നേരെ വെക്കണോ, അല്ല വരുന്നതിന്റെ മൊയ്ലാരെ നെഞ്ചത്തേക്ക് വെക്കണോ? തർക്കം നടക്കുക. ഞങ്ങൾ പറഞ്ഞു അല്ല അപ്പുറത്തോണ്ട് ഇട്ടോളിയും. ഈ മതകാര്യങ്ങളിൽ ഒന്നും ഞങ്ങൾ ഇടപെടാറില്ല. മതത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മതപണ്ഡിതന്മാരാണ്. അവർക്ക് വിവരമുണ്ട്. അവര് തമ്മിൽ തർക്കിക്കട്ടെ, ഉചിതമായ തീരുമാനത്തിലെത്തട്ടെ. അരിക്ക് വില കുറയാത്തത് എന്തേ? അത് ചോദിച്ചാൽ യൂണിറ്റ് സെക്രട്ടറി പറയും DYFIന്റെ. മനസ്സിലായില്ലേ? അതേ ഞങ്ങൾക്കുള്ള വിവരമുള്ളൂ. പക്ഷേ മതതീവ്രവാദികൾ ഞങ്ങളെ ഇങ്ങനെ ഫത്വ പുറപ്പെടുവിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് ചോദിക്കുകയാണ്, മുസ്ലിം ലീഗിൽ മുസ്ലിങ്ങൾ എത്ര ഉണ്ട്? അതുകൂടി പറഞ്ഞാൽ നിർത്താം. കുഞ്ഞാലിക്കുട്ടി മുസ്ലിമാണോ? ഞങ്ങൾക്കറിയില്ല. കാണോ അല്ലേ? NDF-നോടാ ചോദ്യം. അത്രയേ ഉള്ളൂ.
കരിമ്പിൻചണ്ടി നീരൂറ്റി കുടിച്ചതുപോലെ കാമപൂർത്തീകരണത്തിന് ശേഷം കുറച്ചു കൊല്ലം മുമ്പ് കുഞ്ഞാലിക്കുട്ടി ഒരു പെണ്ണിനെ പുറത്തേക്ക് എറിഞ്ഞിരുന്നു. പേര് റജീന. കാളക്കൂറ്റന്റെ കാമാസക്തിയും കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയുമായി കുഞ്ഞാലിക്കുട്ടി പാഞ്ഞടന്ന കാലാണ്. ഉദാഹരണം ഓർമ്മ ഉണ്ടാവില്ല. ആ കുഞ്ഞാലിക്കുട്ടി പുറത്തേക്ക് എറിഞ്ഞ പാവം റജീന ബഹളുണ്ടാക്കി ഏഷ്യാനെറ്റ് പോയി പറഞ്ഞു. ബച്ചിയും വിളിയും ബഹളും നായാട്ടുമായി സാർവത്രികമായ പ്രതിഷേധമുയർന്നു വന്നു. നിക്കക്കള്ളിയില്ലാണ്ടായപ്പം മന്ത്രിസ്ഥാനത്തിന്റെ വമ്പും പണത്തിന്റെ കുങ്കും വെച്ച് റജീനയ്ക്ക് താൽക്കാലികമായി ഒരു ബിനാമി ഭർത്താവിനെ ഏർപ്പാടാക്കി കൊടുത്തു. ആര്? കുഞ്ഞാലിക്കുട്ടി. അവന്റെ പേരെന്താ? അഷ്റഫ്, അഹമ്മദ്, മുജീബ് അല്ല, പ്രമോദ്. നമ്മളെ കൗമല്ല. സ്വസമുദായത്തിൽ നിന്നും ഇണകളെ സ്വീകരിക്കുന്നതാണ് അല്ലാഹുവിങ്കൽ അഭികാമ്യം. അല്ലാത്തത് അനിസ്ലാമികവും തൗഹീദിനെതിരുമാകയാൽ അനനുവദനീയമെന്ന് കണക്കാക്കി അവരെ അവസാനിപ്പിക്കാൻ അല്ലാഹുവിങ്കൽ നിന്നും കൽപ്പനയുണ്ട്. ഒരാൾ കുറിച്ചു വിട്ട എന്തിയൊക്കെ എന്തേ കുഞ്ഞാലിക്കുട്ടിന്റെ അടുത്ത് പോവാഞ്ഞത്? ഈ കുഞ്ഞാലിക്കുട്ടി റജീന വിവാദം വന്നപ്പോ ഒരു ദിവസം തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ അകത്തുനിന്നും പുറത്തുനിന്നും വേവും ചൂടുമേറ്റ് പ്രയാസപ്പെടുകയാണ്. മാനസിക സംഘർഷത്തിന്റെ കൊടുങ്കാറ്റിൽ ആടിയുലയുന്നു ഞാൻ ആവോളം. അതിലില്ലാതെ ഇതിൽ നിന്നും വിടുതൽ നേടാൻ എനിക്കൊരു അവസരം കിട്ടി. ശ്രീ രവിശങ്കറുടെ പ്രാണായാമക്രിയ പഠിക്കാൻ പോയി. 3 മാസം നല്ല സുഖമുണ്ട്. പ്രാണായാമക്രിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ശ്വാസം മേലോട്ട് വലിക്കാൻ 380, വലിച്ച താഴോട്ട് വിടാൻ 650, ഒറ്റ വലിക്ക് 1000 രൂപ. ഇതാ പഠിക്കാൻ പോയത് മൂപ്പര്. നാട്ടുകാരെ കട്ട പൈസ ഉള്ളതുകൊണ്ട് മൂപ്പർക്ക് പോവാലോ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്താ? പ്രാണായാമക്രിയ പഠിച്ചു, ആശ്വാസമുണ്ടായി, മാനസിക സന്തുലിതാവസ്ഥ തിരിച്ചു കിട്ടി, ആക്കം വന്നു, ഒരു റിലാക്സേഷൻ കിട്ടി, ഒരു ആശ്വാസമായി. ചോദ്യം അതിനെക്കുറിച്ചല്ല, NDF-നോടാണ്. മുസൽമാനായ ഒരുത്തന് മാനസിക സംഘർഷം വന്നാൽ എന്തു ചെയ്യണമെന്നാണ് ഇസ്ലാം പറയുന്നത്? ശ്രീ രവിശങ്കർ അടുത്ത് പോകണമെന്നാണോ? അല്ല. ഞാൻ കുറച്ചേ മുസ്ലിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, ഉള്ളത് വെച്ച് പറയാം. ആയത്തുൽ കുർസി ഓതണം. ഖുർആനിൽ ആയത്താണ്, ഓതാൻ നിൽക്കാൻ സമയമില്ല. ആയത്തുൽ കുർസി ഓതുക, ഉള്ളം കൈയിലേക്ക് ഊതുക, ശരീരത്തിൽ തടവുക. ലോകനാഥനായ പടച്ച തമ്പുരാൻ സമാധാനം നൽകി സവിധത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ്. ഇതാണ് ഖുർആൻ പറയുന്നത്. എന്തേ കുഞ്ഞാലിക്കുട്ടി ആയത്ത് ഓതാഞ്ഞത്? എന്തേ കുഞ്ഞാലിക്കുട്ടി കയ്യിനുള്ളിലേക്ക് ഊതാഞ്ഞത്? ശരീരത്തിൽ തടവാൻ പിന്നെ നിങ്ങൾ വേണ്ട, കുട്ടികൾ വേറെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും ഒരു പരിചയം അനുസരിച്ച്. പോട്ടെ, അത് രണ്ടും ചെയ്യാതിരുന്നല്ലോ. എന്താ ചെയ്യാതിരുന്നത്? അന്യമതക്കാരനായ ഒരു സന്യാസിയുടെ അഭയം തേടിയ കുഞ്ഞാലിക്കുട്ടിയുടെ നടപടി ഇസ്ലാമികമാണോ അനിസ്ലാമികമോ? NDF പറഞ്ഞാൽ മതി. നാലകത്ത് സൂഫി മുസ്ലിമാണോ? നാലകത്ത് സൂഫി ഓർമ്മയില്ലെങ്കിൽ പണ്ടത്തെ വിദ്യാഭ്യാസ മന്ത്രി എപ്പൊ നാലകത്തല്ല, അവനാന്റെ കക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്. കട്ട പൈസ ഉള്ളപ്പോഴോ നാലകം പേടകം. പണ്ടത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു നാലകത്ത് സൂഫി. ആന്റണിയെ പാരവെച്ച് ഉമ്മൻചാണ്ടി ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. അപ്പൊ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമെന്നൊരു പേടിയില്ലായി. അപ്പൊ ഓർമ്മണ്ടല്ലോ, ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടിയായി. പിന്നെ ആന്റണി മാറി ഉമ്മൻചാണ്ടി ആയിരുന്നു. നാട്ടുകാർക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി തിരക്കിനിടയിൽ മുടി ചെയ്യാറില്ല. പടച്ചോ സഹായിച്ച് ആന്റണിക്ക് അത് ചെയ്യേണ്ടി വരാറില്ല. എന്തെങ്കിലല്ലേ മെനക്കെടുള്ളൂ. അപ്പൊ അങ്ങനെ വെച്ചുണ്ടായിന്നല്ലാതെ നാട്ടുകാർക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ വിറ്റാലും വെള്ളാട്ടി വിറ്റാലും നെല്ല് കൊടുത്തിട്ടൊന്നുമില്ല. എന്തെങ്കിലും ആട്ടെ. ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്നപ്പോ സൂഫിക്ക് ഒരു സംശയം, നമ്മളെ മന്ത്രിസ്ഥാനം പോവോ, കിട്ടുമോ, നിൽക്കോ? ബേജാറോട് ബേജാറ്. മൂപ്പര് എടയ്ക്കാ പോയത്? CM മഖാമിലേക്കാ? അല്ല. ഐക്കല്ലൂതി കെട്ടാനാ? അല്ല. പിഞ്ഞാണം മോറി കുടിക്കാനാ? അല്ല. മൊയ്യാരെടുത്ത് പോയിട്ട് എന്തെങ്കിലും പറയാനാ? അല്ല. നേരെ പോയത് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരടുത്തേക്കാ. അൽഹംദുലില്ലാ. മൂപ്പര് രാവിലെ പലകയിലോട് കവടി നിർത്തിയിട്ട് ഫലം പ്രഖ്യാപിക്കണം എന്ന് സൂഫി. പണിക്കരെ, എന്റെ മന്ത്രിസ്ഥാനം കിട്ടുമോ? കുഞ്ഞാലിക്കുട്ടി ആന്റണി മാറി ഉമ്മൻചാണ്ടിയെ വന്നത് നമുക്ക് തന്നെ ആക്കോ, അല്ല മുഹമ്മദ് ബഷീറിനാക്കോ? നിങ്ങളൊന്ന് നോക്കി പറയും. മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല. പ്രായത്തോട് പല കാര്യത്തിൽ കവടി നിരത്തിയിട്ട് പണിക്കര് പറഞ്ഞു, ഏകപടയും പഞ്ചപടയും ത്രിപുടയും എന്റെ കാര്യം പോക്കടയും എന്ന് പറഞ്ഞാൽ പടച്ചോനെ അള്ളാണെ മേലത് പാവാകും ചെയ്തിട്ടത്. അത് പാകത്തിന് കുടുങ്ങിയിട്ടുണ്ട്. മൂപ്പർ മന്ത്രിസ്ഥാനം പോയി, PT മുഹമ്മദ് ബഷീർ മന്ത്രിയായി. ഞാനത് പഴയ കഥയൊന്നും പറയില്ല, നേരെ അമ്പാടുമായി. ഞങ്ങളുടെ ചോദ്യം NDF-നോടാണ്. മുസ്ലിം മതവിശ്വാസിയായ ഒരുത്തൻ ഭാവിയെ കുറിച്ചറിയാൻ അന്യമതവിശ്വാസിയെ അഭയം പ്രാപിക്കാൻ പാടുണ്ടോ? ഇല്ല. ഖുർആനിൽ ഇങ്ങനെയാണ് പറയുന്നത് മുസൽമാൻ എന്തു ചെയ്യണമെന്ന്. ഭാവി, ഭൂതം, വർത്തമാനം, നേട്ടം, ഓട്ടം, ലാഭം, ഛേദം, നഷ്ടം, മിച്ചം, ഇറക്കം, കയറ്റം, വെളിച്ചം, ഇരുട്ട്, സുഖം, ദുഃഖം, ഇവയുടെയെല്ലാം കടിഞ്ഞാൻ കൈകളിലേന്തിയവൻ അവനത്രേ. ഞാനൊരു വീണ്ടും വായിച്ചു നോക്കി. അവനത്രേ എന്ന് പറഞ്ഞിട്ട് പിന്നുണ്ടോ? പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരൊന്നും ഇല്ല. അല്ലാഹു തആല അങ്ങനെയാ. പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കര കയ്യിലാണ് ചരട് എന്നല്ല, പടച്ച തമ്പുരാന്റെ കയ്യിലാണ് ചരട് എന്ന. ഇസ്ലാമികമാണോ നാലകത്ത് സൂഫിയുടെ നിലപാട്? അല്ലെങ്കിൽ NDF-ന്റെ സമീപനം എന്താണ്? പോട്ടെ. ചെറുക്കുളം അബ്ദുള്ള മുസൽമാനാണ്. അപ്പൊ മന്ത്രി എല്ലാം സ്മഗ്ലിംഗ് ഒക്കെ ആയിട്ട് കാസർഗോഡ് കൂടുകയാണ്.
ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെർക്കുളം അബ്ദുള്ളയെ ഒരു കാര്യം ചുമതലപ്പെടുത്തി. കേരളത്തിലേക്ക് കർണാടകത്തിൽ നിന്നും വരുന്ന പേജാവർ മഠാധിപതിയെ ഗവൺമെന്റിന്റെ അതിഥിയായി സ്വീകരിക്കണം. ചുമതലപ്പെടുത്തിയത് അവിടെയുള്ള ആളായതുകൊണ്ട് വേറെ പറഞ്ഞയക്കണ്ടല്ലോ. മൂപ്പരെ ചുമതലപ്പെടുത്തി, കാസർകോട്ടാണല്ലോ. പേജാവർ മഠാധിപതിക്ക് ഒരു കെണിയുണ്ട്. എന്താണെന്നറിയുന്നത്? മൂപ്പര് മഠത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആട്ടിന്റെ പാലയെ മൂപ്പര് കുടിക്കൂ. ആട് ഭഗവത്ഗീത വായിക്കാത്തതുകൊണ്ട് പതുക്കിയെ നടക്കൂ. ഇയാൾ മണ്ണാരി മണ്ടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആട് നടക്കുന്ന സ്കൂളിലെ പോയി ഇയാൾക്കും നടന്നോളൂ, സാമിക്കും. പറഞ്ഞേനെക്കാട്ട് എമ്പാട് നേരം വൈകിട്ടാണ്. മന്ത്രിയാണെങ്കിൽ ഇയാളെ പഴക്കണ്ട, ചേരാൻ പൊളിച്ചിട്ട് പോയി നിന്നിട്ടുണ്ട്. ഡിസംബറിലാണ്, കടുത്ത കാറ്റും മഞ്ഞും. കുറച്ചേരം കാത്തുന്നപ്പോ അങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ആർക്കും വിറയ്ക്കും. അല്ലെങ്കിൽ പിന്നെ അഹമ്മദ് സാഹിബിനെ പോലെ ലേശം ഏർപ്പാട് നടത്തണം. ഏത് ഈ അഹമ്മദിനെ പോലെ. അങ്ങനല്ല, ചെറുപ്പം അബ്ദുള്ള ചെയ്യാറില്ല. കുറച്ചേരം വിറച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ RSSകാരൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ താലത്തിൽ കുങ്കുമപ്പൊടി കൊണ്ടുവന്ന് ചെറുക്കുളം അബ്ദുള്ളയുടെ മൂർധാവിലേക്ക് ഒരു ഒറ്റ വര കുറി തൊട്ടുകൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ടൊരു ചെങ്ങാതി വന്നിട്ട് ഒരു മഞ്ഞപ്പട്ട്, കാവി പട്ട് പുറത്തിച്ചു കൊടുത്തത് പുറച്ചോളി രാക്കം കിട്ടും തണുപ്പിന്. അപ്പൊ മൂപ്പരത് പുറച്ചു. കുങ്കുമക്കുറി തൊട്ട് കുങ്കുമപ്പട്ട് പുതച്ച് നിൽക്കുന്ന ഈ ചെർക്കുളം അബ്ദുള്ളയെ കണ്ടപ്പോൾ നമ്മുടെ 2 ചെറുപ്പക്കാർ ക്യാമറയുമായി മുന്നിൽ വന്നു. ഒരുത്തം പറഞ്ഞു, ഇടതു ഭാഗത്ത് നിൽക്കണം സർ പ്ലീസ്. 5 മിനിറ്റ് മുമ്പ് അങ്ങോട്ട് നോക്കി ചിരിച്ചു കൊടുത്തു. വലതു ഭാഗത്ത് നിൽക്കണം പറഞ്ഞു, സർ സ്മൈൽ പ്ലീസ്. 7 മിനിറ്റ് മുമ്പ് അങ്ങോട്ട് നോക്കി ചിരിച്ചു കൊടുത്തു. രണ്ടും കൂടി 7, 5, 12 മിനിറ്റ് ചിരി വെട്ടിയിലായി. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ചോറിനാൻ പോയപ്പോൾ ഭാര്യ ടി വി കണ്ടിട്ട് ചോദിച്ചു, അല്ല പുതിയ കാലത്ത് മുസീബത്തിന്റെ നായ മൂത്താപ്പാനിയും കടിച്ചല്ലോ, എന്തെത്താ മാപ്പിള എങ്ങളെ മോന്തമ്മില് കൈരളി TV ഏതാ കാണിക്കണം. അല്ലാ, അപ്പളാ മനസ്സിലായത് മൂപ്പര 3.5 സെന്റ് വലിപ്പുള്ള മോന്തന്റെ കുളം വെട്ടിയിലാക്കിയതല്ല, നമ്മളെ കുട്ടികളാത്. കൈരളി TVന്റെ ക്യാമറ ഒടിച്ചതാ. കൂറിയും തൊട്ട് മൂപ്പരങ്ങനെ സുജായിയായി നിൽക്കല്ലേ TVയിൽ. ഹിന്ദു ആചരണങ്ങൾ ആവോളം ശരീരത്തിൽ വാരിക്കൊട്ടിയ ചെർക്കുളം അബ്ദുള്ളയെ കുറിച്ച് ചർച്ച വന്നു ഇസ്ലാമിക മത മണ്ഡലങ്ങളിലാകെ. പാണക്കാട്ട തറവാട്ടിൽ നിന്നും കല്ലേർ പുലർത്തുന്ന കൽപ്പന വന്നു. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന അധ്യക്ഷൻ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒക്കെ അവിടുന്ന, മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ അതും അവിടുന്ന, മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ മലപ്പുറത്ത് അതും അവിടുന്ന, ഒക്കെ അവിടുന്നാണല്ലോ കൊണ്ടുവരിക. ബാലസംഘത്തിന് മാത്രം പ്രസിഡന്റ് പാണക്കാട്ടം ഇല്ലാത്ത കണക്കായിട്ട് BB കണക്കിലൊന്നും പറയാൻ, ഇല്ലെങ്കിൽ അതും അതുപോലും തറവാട്ടു സ്വത്തായി നടക്കുകയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മതപണ്ഡിതന്മാർ ഫത്വ പുറപ്പെടുവിച്ചു. എന്താ ഫത്വ എന്നറിയോ? ചെർക്കുളം മുർത്തദായിരിക്കുന്നു. മുർത്തദ് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ, മതപരിത്യാഗി എന്നൊക്കെയാ മലയാളം. മുർത്തദാക്കപ്പെട്ട മുസൽമാനെ തിരിച്ചെടുക്കാൻ എന്താ വ്യവസ്ഥ, എന്താ ഇടപാട്? ആരാ ഷഹാദത്ത് കലിമ ചൊല്ലിയത്? ആരാ ഇമാം നിന്നത്? മതത്തിന് പുറത്താക്കപ്പെട്ട ചെറുക്കുളം ഔത്തുണ്ടോ? അല്ല പടിഞ്ഞാറ്റയിലാണോ? അല്ല ഗ്ലാസ് നിന്ന് വിട്ട ചായ പോലെ പാട്ടയിലെത്താതെ എയറിൽ നിൽക്കുകയാണോ? എവിടെയാണെന്ന് NDF ചോദിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ നേതാവല്ലെങ്കിലും ഇസ്ലാം സമുദായത്തിലെ ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായ മൗലാന മൗദൂദി, അബ്ദുൽ ഔല മൗദൂദി, ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലലോക തമ്പുരാൻ, മുർത്തദാക്കപ്പെട്ട മുസൽമാനെ എന്തു ചെയ്യണമെന്ന് പറയാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 84 പേജുണ്ട് പുസ്തകത്തിന്. ഉറുദൂല. പുസ്തകത്തിന്റെ പേരെന്താ അറിയോ? മുർത്തദ് കി ശസാ ഇസ്ലാമി ഖാനൂൻ മേം.